ജില്ലയിലെ എസൽപുരം എന്ന സ്ഥലത്ത് 1995 മുതൽ സ്ഥാപിച്ചു വരുന്ന കുട്ടികളുടെ ഗ്രാമമാണ് ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ്. മാതാപിതാക്കളുടെ ഒപ്പം താമസിച്ച് വളരാൻ സാഹചര്യമില്ലാത്ത കുട്ടികളെ കുടുംബ അന്തരീക്ഷം നൽകി സമൂഹത്തിൽ നല്ല നിലയിലുള്ള ഒരു പൗരനാക്കി മാറ്റുക എന്നുള്ളതാണ് ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജിൻ്റെ ഉത്തമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ചെറുപ്പത്തിലേ വന്നു ചേർന്ന ധാരാളം കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ ഒരാളാണ് ദയ എന്ന് പറയുന്നത്. എൻ്റെ പേര് ദയ. ഞാൻ ഹോപ്പിലെ കുട്ടിയാണ്. ഞാനിപ്പോൾ ജോർജിയയിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. എനിക്ക് 4 മാസം പ്രായമുള്ളപ്പോൾ തൊട്ടേ ഞാൻ ഹോപ്പിലെ കുട്ടി തന്നെയാണ്. എനിക്കിവിടെ കുറേ അനിയത്തിമാർ, അനിയന്മാർ, പിന്നെ കുറേ അമ്മമാർ, അങ്ങനെ ഒരു വലിയ ഫാമിലിയാണ് എനിക്കിവിടെ ഹോപ്പിലുള്ളത്. ചെറുപ്പകാലം തൊട്ട് തന്നെ കുട്ടികളായിട്ടാണ് എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡോക്ടർ ആവുന്നതിലുപരി തന്നെ അതിൽ സ്പെഷ്യലൈസേഷൻ പീഡിയാട്രിഷ്യൻ ആവണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ആര് ചോദിച്ചാലും ഡോക്ടർ അന്ന് എനിക്ക് അധികം അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ പോലും ഡോക്ടർ അല്ലാണ്ട് വേറെ ഫീൽഡിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ നീറ്റ് റിപ്പീറ്റിന് ശേഷം ആ ഒരു സ്ട്രീമിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ഞാൻ നിന്ന സമയത്താണ് ഞങ്ങളുടെ ഡയറക്ടർ, ഞങ്ങളുടെ ശാന്തരാജ് അങ്കിള് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ നമുക്ക് എബ്രോഡ് പോയി പഠിക്കാം, ജോർജിയ എന്നൊരിതുണ്ട്, നമുക്ക് നോക്കാം. അങ്ങനെ എനിക്ക് ടൈം തന്നു. നിനക്ക് ടൈം എടുത്ത് നീ നോക്ക്, നിനക്ക് പോകാൻ പറ്റുമോ എന്ന്. അങ്ങനെ പിന്നെ ഞാൻ നോക്കിയിട്ട് ഓക്കെ, എനിക്കിനിപ്പം എന്തായാലും എനിക്ക് ഡോക്ടർ ആവാമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാനൊരു സ്ട്രീമിലേക്ക് തന്നെ മുന്നോട്ട് പോയി. അപ്പം അതാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ പേര് ആംഗ്രേജ് ഹൗസ്. ആ വീട്ടിൽ ഞാൻ ഉൾപ്പെടെ 9 കുട്ടികളും ഒരു അമ്മയുണ്ട്. അമ്മയുടെ പേര് ഷെറിൻ എന്നാണ്. കുടുംബമില്ലാത്ത അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കുടുംബത്തിൻ്റെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. കൃത്രിമമാണെങ്കിലും ഈ ഓരോ വീട്ടിലും ഓരോ അമ്മമാർ 8 കുട്ടികളെ വീതം സംരക്ഷിക്കുക. അങ്ങനെ 6 വീടുകളും പിന്നെ മുതിർന്ന ആൺകുട്ടികൾക്കായിട്ടുള്ള 2 വീട്, അങ്ങനെ 8 വീടുകളാണ് ഇവിടെ ഉള്ളത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് ഗവൺമെൻറ് സംരക്ഷണം ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി നമുക്ക് തരുവാണ് ചെയ്യുന്നത്. നമ്മളൊരു ലോങ് ടൈമിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ കാണും. 5 വയസ്സിലാണ് കുട്ടിയെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു 18 വയസ്സിന് ശേഷം ഒരു ജോലിയായി അവൻ ഒരു സാധാരണ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നവരെയുള്ള കെയർ നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്നെപ്പോലെ സ്വപ്നങ്ങൾക്ക് നിറമേകാൻ ഹോപ്പിൽ ഇനിയും ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് ബിലീവ് ഇൻ യുവർ ഡ്രീംസ്.